ഇവിടെ ഞാൻ മനസ്സിലാക്കിയ അക്വാ തെറാപ്പി, പിന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പം ഇതൊക്കെ ലഭിക്കുമ്പോൾ അത് പുതിയ ഒരു മാറ്റം പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് അവർ നേരിടുന്ന പഠന വൈകല്യം ഉൾപ്പെടെയുള്ള ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഒരു പുതിയ രീതി വഴി തുറന്ന് കാണിക്കുകയും കൂടാതെ കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ മാതാപിതാക്കൾക്കൊരു പ്രേരണ, ഒരു ഇൻസ്പിറേഷൻ, അവർക്കൊരു മോട്ടിവേഷൻ ഇതെല്ലാം ഈ സ്ഥാപനം നൽകുന്നു എന്നുള്ളതും വാസ്തവത്തിൽ വളരെ സന്തോഷകരമാണ്. നമസ്കാരം, ഞാൻ രാജഗോപാൽ, കൊച്ചിയിൽ നിന്നാണ്. ഇത് പൊതുപ്രവർത്തകനാണ്. ജീവനിയം എനിക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു സ്ഥാപനമാണ്. ഡോക്ടർ രശ്മിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, പലരും ജീവിക്കുന്നു, പലരും മരണപ്പെടുന്നു. എന്നാൽ ചില ആളുകളുടെ വ്യക്തിത്വം നമുക്കറിയാം, നമ്മുടെ വഴിതെറ്റിച്ചവരെ നമ്മൾ ഒരിക്കലും മറക്കില്ല, എന്നാൽ വഴി കാണിച്ചു തന്നവരെ നാം മറക്കും. അതാണ് സമൂഹം. പക്ഷേ രശ്മിയെ സംബന്ധിച്ച് തൻ്റെ അകക്കണ്ണുകൊണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് സ്നേഹവും സൗഹൃദവും സൗഖ്യവും നൽകുന്ന രശ്മി വാസ്തവത്തിൽ ഒരു പ്രചോദനമാണ്. രശ്മി തൻ്റെ അകക്കണ്ണുകൊണ്ട് സമൂഹത്തിലെ കാണുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ശാരീരിക പീഡനം അനുഭവിക്കുന്ന അല്ലെങ്കിൽ വൈകല്യം അനുഭവിക്കുന്നവർക്ക് ഒരു പ്രചോദനമായി, ഒരു പ്രേരണയായി നിൽക്കുന്നു എന്നുള്ളതാണ് ജീവനീയത്തിൻ്റെ പ്രധാനം. ഇപ്പോൾ ജീവനീയത്തിൽ വന്നപ്പോൾ ഞാൻ ഇവിടെ മനസ്സിലാക്കിയത്, ഒരു ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് പറയാം സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനമായ ഒരു കേന്ദ്രം. അതായത് നമുക്കറിയാം, കുട്ടികളിൽ പല തരത്തിലുള്ള ന്യൂനതകൾ കാണാറുണ്ട്. നമ്മെ സംബന്ധിച്ച് പഠന വൈകല്യം, അതുപോലെ ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അവരുടെ IQ ലെവൽ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ജീവനീയത്തിൽ പല ആളുകളും, ഞാൻ അറിഞ്ഞും അറിയാതെയും വരുന്ന പല ആളുകളുണ്ട്. അവർക്കൊക്കെ വളരെയധികം മാറ്റം കാണുന്നു. സമൂഹത്തിൽ അവർ മറ്റ് ആളുകളോടൊപ്പം മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുന്നു ഇവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം എന്നുള്ളത് വളരെയധികം എന്നെ സംബന്ധിച്ച് വളരെയധികം അഭിമാനകരമായി ഞാൻ കാണുകയാണ്. കാരണം ഒരാൾക്ക് ആരോഗ്യം അല്ലെങ്കിൽ സൗഖ്യം നേടുക എന്നുള്ളത് സംബന്ധിച്ച് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഞാൻ മനസ്സിലാക്കിയ അക്വാ തെറാപ്പി, പിന്നെ AI റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പം ഇതൊക്കെ ലഭിക്കുമ്പോൾ അത് പുതിയ ഒരു മാറ്റം പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് അവർ നേരിടുന്ന പഠന വൈകല്യം ഉൾപ്പെടെയുള്ള ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഒരു പുതിയ രീതി വഴി തുറന്ന് കാണിക്കുകയും കൂടാതെ കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ മാതാപിതാക്കൾക്കൊരു പ്രേരണ, ഒരു ഇൻസ്പിറേഷൻ, അവർക്കൊരു മോട്ടിവേഷൻ ഇതെല്ലാം ഈ സ്ഥാപനം നൽകുന്നു എന്നുള്ളതും വാസ്തവത്തിൽ വളരെ സന്തോഷകരമാണ്. കണ്ണുള്ളവർ കാണേണ്ടതും കാതുള്ളവർ കേൾക്കേണ്ടതും നാവുള്ളവർ പറയേണ്ടതുമായ ഒരു സ്ഥാപനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇനി ഇതിൻ്റെ പ്രവർത്തകർക്കും ഇതോടൊപ്പം ഇവിടെ ഇതിനെ അണിയറകളിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഈ സമൂഹത്തിൽ പ്രത്യേകിച്ച് കൊച്ചിക്ക് ഇങ്ങനെ ഒരു സ്ഥാപനത്തെ പ്രദാനം ചെയ്യുന്നതിൽ അവരോട് വളരെ നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. ജീവനിയം മെഡിപോളിസ്, rooted in life, rising in care.